ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് തെക്കായി ആലിലയുടെ ആകൃതിയിൽ സഞ്ചാരികളെ ഭ്രമിപ്പിക്കുന്ന പ്രകൃതി രമണീയമായ ശ്രീലങ്ക. അതിലൂടെ ഒരു ട്രെയിൻ യാത്ര. മഹർഷി വാൽമീകിയുടെ മനോഹരമായ ഇതിഹാസ കാവ്യമാണ് രാമായണം. അതിലെ അതിബുദ്ധിമാനും മാന്യനുമായ ദ്രാവിഡ രാജാവിന്റെ നാടാണ് ലങ്ക. ഇടക്കാലത്ത് സിലോൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ലങ്കയിലേക്ക് 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, തുടർന്ന് ഇംഗ്ലീഷുകാർ എന്നീ യൂറോപ്യൻ ശക്തികൾ കടന്നുകയറി ഭരണം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലങ്കയിൽ അല്ലെങ്കിൽ സിലോണിൽ കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും കൈവശം വച്ചിരുന്ന വെള്ളക്കാരാണ് ഇന്നത്തെ ശ്രീലങ്കയുടെ റെയിൽവേക്ക് തുടക്കമിടുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾ സമുദ്രതീരത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. ൽ കാൻഡിയയിൽ നിന്നും കൊളംബോയിലേക്ക് ആയിരുന്നു ആദ്യ ട്രെയിൻ ഓടിയത്. പിന്നീട് അതിനനുബന്ധമായുണ്ടായ 1508 കിലോമീറ്ററോളം വരുന്ന സിലോൺ റെയിൽവേ ബ്രിട്ടീഷുകാർ അവിടം വിട്ട 1948 ശേഷം കാര്യമായ പുരോഗതി പ്രാപിച്ചിട്ടില്ല. ആവി എഞ്ചിനിൽ നിന്നും 1970-കളിൽ ഡീസൽ എഞ്ചിനിലേക്ക് മാറി. സിഗ്നൽ സംവിധാനത്തിലും മാറ്റങ്ങൾ വന്നു. എന്നാൽ ഇലക്ട്രിക് എഞ്ചിനിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾക്ക് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ലെ സുനാമി എടുത്തെറിഞ്ഞ തീരദേശ റെയിൽവേ വർഷങ്ങളെടുത്ത് വിദേശ സഹായത്തോടെ 100 കിലോമീറ്റർ വേഗതയാക്കാവുന്ന രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. വംശീയ പ്രശ്നങ്ങൾ കാരണം വികസനം തടസ്സപ്പെട്ട വടക്കൻ ശ്രീലങ്കയും ചെറിയ തോതിൽ മുന്നോട്ടു വരുന്നു. ശ്രീലങ്കൻ റെയിൽവേക്ക് റെയിൽ കോച്ചുകൾ നിർമ്മിച്ചു നൽകുന്നത് പ്രധാനമായും നമ്മുടെ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്. വിനോദസഞ്ചാരികൾക്കായി കൊളംബോയിൽ നിന്നും കാൻഡിയിൽ നിന്നും ബാദുല, കൊളംബോയിൽ നിന്നും ഗലി എന്നിവിടങ്ങളിലേക്കും ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. കൂടാതെ ബുദ്ധിസ്റ്റ് പട്ടണമായ അനുരാധപുരയിൽ നിന്നും ജാഫ്നയിലേക്ക് ഇടക്കാലത്ത് തടസ്സപ്പെട്ടിരുന്ന ട്രെയിനുകളും ഇപ്പോൾ ഓടുന്നുണ്ട്. അതിമനോഹരമായ ശ്രീലങ്കയുടെ പ്രകൃതി ആസ്വദിക്കാനായി യൂറോപ്യന്മാരടക്കം ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. ട്രെയിനിന്റെ നടുവിലായി ഒരു തുറന്ന ബോഗിയുണ്ട്. ആ നാടിന്റെ കലാകാരന്മാരും കലാകാരികളും അവിടെ അവതരിപ്പിക്കുന്ന സംഗീതം ഒരു വല്ലാത്ത മാസ്മരികത സൃഷ്ടിക്കുന്നു.
ജനസംഖ്യ കൊണ്ട് കേരളത്തെക്കാൾ ചെറുതായ ഈ രാജ്യത്തിലെ റെയിൽവേ അവരുടെ ഗതാഗത വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. റോഡുകളും പോർട്ടുകളും അടങ്ങുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി വിദേശ രാഷ്ട്രങ്ങളെയും അന്തർദേശീയ നാണയനിധിയെയും ആശ്രയിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികൾ ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ അവിടുത്തെ ജനം അവരുടെ പ്രസിഡന്റിനെ തന്നെ കൈകാര്യം ചെയ്ത രീതി ലോകത്തെ ശരിക്കും അമ്പരപ്പിച്ചു കളഞ്ഞു.